ഞങ്ങളിപ്പോൾ ഡൽഹിയിലെ ട്രാഫിക്കിലാണുള്ളത്. സ്ലോ മൂവിങ് ട്രാഫിക് ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. രാവിലെ തന്നെ കുത്തബ് മിനാറിൻ്റെ കാഴ്ചകളിലേക്കാണ് പോകുന്നത്. എല്ലാവരും നല്ല മാച്ചിങ് ഡ്രസ്സൊക്കെ ആയിരുന്നു ഇട്ടിരുന്നത്. ഇന്ത്യയുടെ ഒരു ഐക്കോണിക് സിമ്പിളായ കുത്തബ് മിനാർ ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും വലിയൊരു ഗോപുരമാണ്. ആർക്കിടെക്ചറൽ വർക്ക് കൊണ്ട് സമ്പന്നമായ കുത്തബ് മിനാർ സ്ഥിതി ചെയ്യുന്ന കോംപ്ലക്സ് കാലപ്പഴക്കം കൊണ്ട് കുറച്ച് ഡാമേജസ് ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഗോപുരത്തിന് വലിയ കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് വൈറ്റ് മാർബിൾസ് കൊണ്ട് നിർമ്മിച്ച ഇന്ത്യയുടെ ഒരു ഐക്കോണിക് ആർക്കിടെക്ചറൽ ലാൻഡ്മാർക്കായ ലോട്ടസ് ടെമ്പിളിലേക്കാണ്. ടെമ്പിളിൻ്റെ ചുറ്റിലും ഏകദേശം 9 പൂളുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. ലോട്ടസ് ടെമ്പിളിൻ്റെ ഒരു ഭംഗി ആ വെള്ളത്തിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. പക്ഷെ ഭയങ്കര ഭംഗിയുള്ളൊരു കാഴ്ചയായിരുന്നു കേട്ടോ അത്. ഇനിയിപ്പോൾ നമ്മൾ സരോജിനി മാർക്കറ്റിലേക്കാണ് പോകുന്നത്. കാറിന് ഡിക്കിയിൽ അധികം സ്പേസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വളരെ കുറച്ച് സാധനങ്ങളെ നമുക്ക് വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ. അതിന് മുന്നേ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിവിടെ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ഫുഡ് കോർട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടുന്ന് ആണ് ഫുഡൊക്കെ കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഷോപ്പിംഗ് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ഷോപ്പിംഗ് കഴിഞ്ഞ സന്തോഷമാണ് കണ്ടത്. അങ്ങനെ പോകുന്ന വഴിയാണ് നമ്മൾ പാർലമെന്റ് കണ്ടത്. അവിടെ ഇറങ്ങിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. അത്യാവശ്യം നല്ല ദൂരത്തുനിന്ന് മാത്രമേ നമുക്ക് പാർലമെന്റ് കാണാൻ പറ്റത്തുള്ളൂ. ചിലപ്പോൾ ഇത്രയും ലേറ്റ് ആയതുകൊണ്ടായിരിക്കും. ഡേ ടൈമിൽ കുറച്ചുകൂടെ നമുക്ക് അടുത്തൊക്കെ പോയി കാണാൻ പറ്റുമായിരിക്കും. ഈ നൈറ്റിലും ഒരുപാട് വിസിറ്റേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ആ കാണുന്നതാണ് പുതുതായി നിർമ്മിച്ച പാർലമെന്റ്. ഇനി നമ്മൾ ആഗ്രയിലേക്കാണ് പോകുന്നത്. വളരെ നേരത്തെ തന്നെ എണീറ്റ് നമുക്ക് താജ്മഹൽ കാണാൻ പോകണം. അതുകൊണ്ട് താജ്മഹലിന് അടുത്ത് തന്നെയുള്ള ഒരു റൂമാണ് ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ താജ്മഹലിന്റെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.